അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ പ്രാർത്ഥനാവശ്യങ്ങൾ പറയുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തെ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. വാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകം മുഴുവനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങനെ തിരുമുറുവാർന്ന് വലതുകരം ആണിപ്പിടാർന്ന് അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരത്തെ മക്കളെ ആശീർവദിക്കണമേ. രോഗപീഡിതരെ ഇപ്പോഴും അങ്ങ് സ്പർശിക്കണമേ. ഉച്ചമുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജോലിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ഇടപെടുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. നിങ്ങളുടെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ ഇടപെടുന്ന വിഷയങ്ങളിലെ കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നുവരെ പെൻഡിങ് ആയിട്ടുള്ള തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒറ്റ ദിവസത്തിൻ്റെ ദൈവികമായ ഇടപെടൽ കൊണ്ട് അതിൻ്റെ തടസ്സം നീങ്ങിപ്പോട്ട് ഈശോ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ മുഴുക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ ശിരസിലേക്ക് ഒഴുക്കുകയും നിങ്ങളുടെ സന്ധിബന്ധങ്ങളെ കർത്താവ് രക്തം നിറയട്ടെ. മാംസപേശികളെ കർത്താവ് രക്തം തളിക്കപ്പെടട്ടെ. രക്തഞരമ്പുകളെ കർത്താവിൻ്റെ രക്തം ഒഴുകട്ടെ. ബുദ്ധിയും ബോധവും കർത്താവിൻ്റെ വിശുദ്ധമായ ആത്മാവിനാൽ നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ യേശുനാമത്തിൽ ഇന്നത്തെ ദിവസങ്ങളുടെ വഴിയാത്രകൾ, സംസാരങ്ങൾ, വിഷയങ്ങൾ, ചർച്ചകൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ, ചെന്നെത്തുന്ന ഓഫീസുകൾ, നിങ്ങളുടെ ജോലികൾ, ഉദ്യമങ്ങൾ എല്ലാം
ആ നിലവിലുള്ള തടസ്സങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവ്, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. കുഞ്ഞുങ്ങൾ ക്ഷീണിതരുണ്ട്, പീഡിതരുണ്ട്. ഗർഭസ്ഥ ശിശുക്കൾക്ക് കർത്താവ് ശ്വാസകോശങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, ആന്തരിക അവയവങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഗർഭിണികൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായി കർത്താവിൻ്റെ ദൃശ്യത്തിൽ എത്തിച്ച് നന്ദി പറയാൻ ഇടയാക്കണമേ. കർത്താവ്, വസ്തു വിൽപ്പനക്കാരുണ്ട്, അതുപോലെ തന്നെ പഠനങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയുള്ള മക്കൾ, എല്ലാവരുടെയും തടസ്സങ്ങൾ, പേടികൾ, ഭയങ്ങൾ, ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെ. കടം കിട്ടാനുള്ളവർ, കൊടുക്കാനുള്ളവർ കർത്താവ്, അതെല്ലാം യഥാസമയങ്ങളിൽ ഞങ്ങൾ വാക്ക് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിലെല്ലാം കൊടുത്തു തീർക്കുവാനും ഉള്ളിൽ ചാഞ്ചല്യമില്ല, കളങ്കമില്ല, എല്ലാത്തിനും പരിഹാരം ഉണ്ടാകാനും ദൈവത്തിൻ്റെ കരുണ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ ഉന്നതമായ നാമം നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മായ സർവ്വസ്ഥരെ നയിക്കുവാമേ. ഇവിടെ നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷ ലേഖനം കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. എല്ലാവർക്കും ആവേശം പകരുന്ന ഒരു വാഗ്ദാനമാണ്. ഒരു സങ്കട സമയത്ത്, പ്രതിസന്ധി സമയത്ത് ഞാൻ മാതാവിൻ്റെ പടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി, എന്നെപ്പോലെ വിഷമം, ചില കാര്യങ്ങൾക്ക്, ചില പ്രവർത്തന പ്രതിസന്ധികൾ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ എനിക്കുണ്ടായിരുന്നു. ആത്മീയ മേഖലയല്ല, ആ മേഖലയിൽ ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ, പബ്ലിഷിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എഴുത്തിൻ്റെ കാര്യങ്ങൾ, അവിടെ കുറേ തടസ്സങ്ങൾ മാസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ മാസങ്ങളിലൊക്കെ 5 പുസ്തകങ്ങളെ വെച്ച് പ്രസിദ്ധീകരിച്ചാണ്. ഈ വർഷം ആകുമ്പോൾ 24 വലിയ പുരോഗമനം ആ മേഖലയില്ല. അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയാമല്ല. എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ എഴുതാൻ പോയിന്റുകൾ വരുന്നില്ല, എഴുതാൻ പറ്റണില്ല, സമയം ഒക്കണില്ല. അങ്ങനെ ആ മേഖല എനിക്ക് ആവശ്യം മെറ്റീരിയൽസ് കിട്ടുന്നില്ല. അപ്പോൾ അത് ബ്ലോക്കായി കഴിഞ്ഞപ്പോൾ ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ്, ഈ വിഷയത്തെക്കുറിച്ച് നീ എന്താണ് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ മറുപടികളെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളെയും ദൈവം ഇതുപോലെ പരിഹരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വചനം വായിക്കാം. സക്രിയയുടെ പ്രവചനങ്ങൾ 1:17. വീണ്ടും വിളിച്ചു പറയുക, എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. അതായത് ഈ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കുമെന്ന്. അപ്പം ദൈവം ഒരു വാക്ക് പറയുമ്പോൾ അത് വാക്കിൻ്റെ ദാനമാണത്. അതിനെ നമ്മൾ വിളിക്കുന്നത്, ബൈബിളിൽ അറിയപ്പെടുന്നത് വാഗ്ദാനമെന്നാണ്. ദൈവത്തിൻ്റെ ദാനം നമുക്ക് നൽകണത് വാക്കിലൂടെയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറും. കാര്യം അത് പറയണത് ദൈവമാണ്. ദൈവം സാധാരണ വികാര വിക്ഷോഭങ്ങൾക്ക് അതീതനും കാലാവസ്ഥ ദുർഭേദങ്ങൾക്കെല്ലാം അതീതനായതുകൊണ്ട് കർത്താവിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും നമുക്ക് ലഭിക്കുന്നത് ആദ്യം അത് വാക്കിൻ്റെ രൂപത്തിലാണ്. വാക്കിലൂടെയുള്ള ദാനത്തിനാണ് നമ്മൾ വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ നിക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വിശ്വസിക്കണം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. അതുപോലെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഐശ്വര്യങ്ങളെ, നിങ്ങൾ കെട്ടൊരു കാലത്തിലൂടെയാണ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അതുപോലെ ഐശ്വര്യങ്ങളെയും ദൈവം ഇന്നത്തെ ദിവസം പുനരുജ്ജീവിപ്പിക്കട്ടെ. പഴയ നിങ്ങളെ സന്തോഷിപ്പിച്ച, നിങ്ങളെ നല്ലതുപോലെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിട്ടുള്ള, ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുള്ള ആ നല്ല കാലങ്ങൾ ഈ വാക്കിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഐശ്വര്യമാകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അച്ഛനെ കൂടെ ചേർന്ന് പറയുക. ഒരിക്കൽ കൂടി വായിച്ചുള്ള വചനങ്ങൾ വീണ്ടും വിളിച്ചു പറയുക. എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണ്ണമാക്കുന്നു. കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കുന്നു. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്ന ഈ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ എല്ലാ ആശീർവാദങ്ങൾക്കായി നിങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജനങ്ങൾ ഇന്ന് ജനുവരി 14 ചൊവ്വാഴ്ച ശിരസ് നമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ദൃശ്യം നിൽക്കുമ്പോൾ നിന്റെ തിരുമുറുവാർന്ന് വലത് കരുത്താൽ മക്കളെ ആശ്വസിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ആത്മശക്തിയാൽ മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ. എൻ്റെ പേര് ജോഷി, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരിക. ഇതെൻ്റെ ഹസ്ബൻഡ് ഷാജു.
പുള്ളിക്കാരന് 2021 ജാനുവരി 12 സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. BP കൂടിയിട്ടാണ് സ്ട്രോക്ക് വന്നത്. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിലല്ലായിരുന്നു, ബട്ട് എൻ്റെ പപ്പയും മമ്മിയും ഉടമ്പടിയിലായിരുന്നു. അവർ മാതാവിൻ്റെ ഭയങ്കര ഒരു ഭക്തരാണ്. എല്ലാ ദിവസവും അവർ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കും. വിശ്വാസപ്രമാണം മുട്ടുകുത്തിയിരുന്ന് കൈ വിരിച്ച് തന്നെ പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം ആയിരുന്നു എനിക്ക് എൻ്റെ ഇച്ഛനെ ജീവനോടെ കിട്ടിയത്. കാരണം ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇച്ഛൻ്റെ ഹെഡ് ചെറുതായിട്ട് പോലും ഒന്ന് അനങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് സീരിയസ് കണ്ടീഷനായിരുന്നു. ICU വെൻറ്റിലേറ്ററിലായിരുന്നു. ആൾ 2 ആഴ്ചയോളം ICU വെൻറ്റിലേറ്ററിലായിരുന്നു. അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു. ബട്ട് കോവിഡ് സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ അകത്തും കാര്യങ്ങളൊക്കെ അറിയുന്നത് പുറത്ത് എൻ്റെ പാരൻസും എൻ്റെ ബന്ധുക്കളും ആയിരുന്നു കാര്യങ്ങളൊക്കെ അറിയുന്നത്. എനിക്ക് അത്രയ്ക്ക് സീരിയസ്നെസ് ഇതിൻ്റെ എനിക്ക് അറിയുന്നില്ല. ബട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ടായിരുന്നു എനിക്ക് തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് മാതാവിൻ്റെ കാശുരൂപവും തൈലവും കൊണ്ട് തന്നു. അപ്പോൾ ICUവിൻ്റെ അകത്ത് ഞാൻ കയറുമ്പോൾ ഈ കാശുരൂപം ഞാൻ അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് ചോദിച്ചു, പില്ലോയുടെ അടിയിൽ ഒന്ന് വച്ചോട്ടെ എന്ന് ചോദിച്ചു. അവർ തന്നെ അത് അവിടെ സൂക്ഷിച്ച് വെച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നോട് അവർ പറഞ്ഞത് ആൾ പാരലൈസ്ഡായി, ഒരു സൈഡ് തളർന്ന് ആൾക്ക് ഒറ്റയ്ക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ ഹെൽപ്പില്ലാതെ ആൾക്ക് ഇനി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞതായിരുന്നു. ആ ആളാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് ആൾ വീട്ടിലോട്ട് വന്നത്. വീട്ടിലോട്ട് കൊണ്ടുവന്നത് പോലും റോഡിൽ നിന്ന് വീട്ടിലോട്ട് വന്നത് 2 വീലറിൽ നടുക്കിരുത്തി ബാക്കിലും ഫ്രണ്ടിലും ഒരാൾ സപ്പോർട്ട് കൂടെയാണ് ആളെ വീട്ടിൻ്റെ അകത്തോട്ട് വരെ കൊണ്ടെത്തിച്ചത്. വീട്ടിൻ്റെ 2 വീലറിൽ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളെ എന്തുകൊണ്ടാണ് 2 വീലറിൽ കൊണ്ടുവന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ആക്കണം. ആൾക്ക് ഒറ്റയ്ക്ക് ഒന്ന് എണീറ്റ് നിൽക്കാനുള്ള ഇതില്ലായിരുന്നു ആൾക്ക്. ഒരു സൈഡ് മൊത്തത്തിൽ അങ്ങ് തളർന്നു പോയി. ഇങ്ങനെ കിടക്കുമായിരുന്നു. നമ്മൾ ഈ ഷോൾഡറിനെ പിടിച്ചങ്ങ് നിർത്തിയാൽ മാത്രമേ അത് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ റോഡിൽ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് വരെ 2 വീലറിലും പിന്നെ അവിടെ നിന്ന് 2 ആൾക്കാർ 2 സൈഡിൽ പിടിച്ച റൂമിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നത്. അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു ആളുടെ സിറ്റുവേഷൻ. സംസാരിക്കുമ്പോഴൊക്കെ കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് സംസാരിപ്പിച്ചത് തന്നെ മാതാവിൻ്റെ നന്മ നിറഞ്ഞ മറിയും പറഞ്ഞാൽ സംസാരിപ്പിച്ചത്. ഈ സംസാരം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരുമായിട്ട് മിണ്ടാനും ഒന്നിനും ഒരു ഇതില്ല. ആൾ ഒറ്റപ്പെട്ട് അങ്ങ് പോവുമായിരുന്നു. വീട്ടിൽ ആരെങ്കിലും കാണാൻ വന്നാൽ പോലും സംസാരിക്കില്ല, ഇങ്ങനെ വാ മൂടി മിണ്ടാതിരിക്കും. കാരണം പറയുന്നത് ആർക്കും മനസ്സിലാവത്തുമില്ല. അവർ കാണുമ്പോൾ അയ്യോ പാവം എന്നുള്ളൊരിത് വരുന്നത് ആൾക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ ഈ സംസാരം ഒന്ന് എനിക്ക് റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ചു. ബട്ട് അപ്പോഴും ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഫിസിയോതെറാപ്പി വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഫിസിയോതെറാപ്പി ചെയ്യാൻ വന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ആളെ കണ്ടപ്പോൾ പറഞ്ഞത് ആൾ ശരിക്കും ഒന്ന് എണീറ്റ് നിൽക്കാനായിട്ട് 1 വർഷം കൂടുതൽ എടുക്കും എന്നാണ് പറഞ്ഞത്. ഒരാളുടെ സപ്പോർട്ടില്ലാതെ ജസ്റ്റ് 2 കാലിലും ഒന്ന് നിന്ന് കിട്ടാൻ 1 വർഷം കൂടുതൽ എടുക്കും എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ സ്ഥാനത്ത് 3 മാസം കൊണ്ട് സ്റ്റണ്ണർ ബൈക്കിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. സ്റ്റണ്ണർ ബൈക്ക് ഓടിച്ച ആൾ ജോലിക്ക് പോയി തുടങ്ങി. VSSCയിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റായിട്ട് കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുക. 3 മാസം കൊണ്ട് 3 മാസത്തിൽ ആൾ ഒറ്റയ്ക്ക് വണ്ടി എടുത്തു ഓഫീസിൽ പോയി തുടങ്ങി. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം കയ്യിലും കാലിലും നാവിലും ശിരസിലിട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് വിശ്വാസം ആ തൈലവും അമ്മയുടെ ആ ശക്തിയും തന്നെയാണ് എനിക്ക് എൻ്റെ ഈച്ചാനെ ആ ഒരു ലെവലിൽ എനിക്ക് തിരിച്ച് കിട്ടിയത്. എന്നാലും ആൾ അത്രയും ഓക്കെ ആയി വന്നില്ലായിരുന്നു. ഈ ഷോൾഡർ ഇങ്ങനെ തൂങ്ങി തന്നെയാണ് കിടന്നത്. ഒരു കാല് ഇപ്പോൾ നല്ല വലിച്ചാണ് നടക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ആൾ ജോലിക്ക് പോയി തുടങ്ങി, വണ്ടി എടുത്തു തുടങ്ങി. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞത് ഷാജു ഒരു മിറാക്കിളാണ്, ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വരുമെന്നുള്ളത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പുള്ളിക്കാരൻ നല്ല സീനിയറാണ്. പുള്ളിക്കാരൻ കണ്ടിട്ട് പറഞ്ഞത് ഷാജുവിന് ദൈവ അനുഗ്രഹം നല്ലതുപോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഷാജു ഇത്രയും പെട്ടെന്ന് ഓക്കെ ആയതെന്നാണ് പുള്ളിക്കാരൻ പോലും പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ആൾക്ക് വിരൽ വലിയ ഇതാവാത്തത് കൊണ്ട് തന്നെ ജോലി ഒരു ഇതായിരുന്നു. ജോലി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലെത്തി. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, മാതാവേ ഈ ജോലി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് ഉടമ്പടി എന്തായാലും എടുത്തോളാം എന്ന് പറഞ്ഞു. ഉടമ്പടി തീരാനായിട്ട് ഇനി 1 മന്തും കൂടെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഞാൻ എന്തായാലും വന്ന് ഉടമ്പടി എടുത്തോളാം, ഈ ജോലി എനിക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. തീരാറായപ്പോഴേക്കും ജോലി 2 വർഷത്തേക്കും കൂടി മാതാവ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. ഇപ്പോൾ ആൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങുന്നു. പണ്ടത്തേക്കാളും നല്ല മിടുക്കനായിട്ട് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു. മാതാവിന് 1000 നന്ദി പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ
ആളുടെ സംസാരം റെഡിയാക്കി കിട്ടി. ഞാൻ നാക്കിൽ തൈലം പൂശുമായിരുന്നു. ആളുടെ സംസാരം ഓക്കെ ആയി. ആളുടെ കൈ ഏകദേശം ഇനി ആ വിരലും കൂടി ഒന്ന് ഓക്കെ ആയി മതി, ആൾ ഫുള്ളി ഓക്കെ ആയി വരുന്നു. മാതാവ് എനിക്ക് ഫുള്ളി ഓക്കെ ആക്കി തരും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മാതാവിന് 1000 നന്ദി പറയുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇച്ചാൻ ഇത് വരുന്നതിന് മുന്നേ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൈ എത്താൻ ദൂരത്തെത്തിക്കുമ്പോഴേക്കും അതങ്ങ് പോകുമായിരുന്നു. ലാസ്റ്റ് ടൈം ഇങ്ങനെ കിട്ടേണ്ട സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് കോവിഡ് അങ്ങ് കൂടിയതും ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇപ്പോഴായപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു കോളേജിൽ മാത്രം ലാസ്റ്റ് മിനിറ്റിൽ ഞാനൊരു കോളേജിലോട്ട് അപ്ലൈ ചെയ്തു. കാനഡയിൽ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്തപ്പോൾ ഓഫർ ലെറ്റർ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയില്ലാതിരിക്കുന്ന സിറ്റുവേഷനിലായിരുന്നു. എനിക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്ന ഉടനെ തന്നെ ഞാൻ IELTS പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ലീവ് എടുത്ത് പോകാനുള്ള ഇതില്ലായിരുന്നു. ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകാൻ തീരുമാനിച്ചു. ബട്ട് അവിടെ ഞാൻ വിചാരിച്ച രീതി ആയിരുന്നില്ല. എനിക്ക് അവിടെ ക്ലാസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരെന്നോട് പറഞ്ഞത് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് പെട്ടെന്ന് അതുവഴി കുറേ എന്തൊക്കെയോ സംഭവം ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ബട്ട് അതിലും ഞാൻ പ്രതീക്ഷിച്ചൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ വീട്ടിൽ തന്നെ മാതാവിനെ വിളിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തു. എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ് സ്പീക്കിംഗ്. ബാക്കിയുള്ളത് ഞാൻ എങ്ങനെയും എനിക്കറിയാം, മാതാവ് എനിക്ക് ഒപ്പിച്ച് തരും. ബട്ട് സ്പീക്കിംഗ് എനിക്ക് പറ്റില്ല. ഡയറക്റ്റ് ഐ കോണ്ടാക്ട് എനിക്കത് ഭയങ്കര ടെൻഷനുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, നീ മാതാവിൻ്റെ രൂപവും കയ്യിൽ പിടിച്ചിട്ട് ചെല്ലുക, മാതാവ് നീക്കോളൂ എന്ന് പറഞ്ഞു. എന്നേക്കാളും വിശ്വാസം പപ്പയ്ക്കായിരുന്നു. പപ്പയുടെ കയ്യിൽ മാതാവിൻ്റെ രൂപം, എൻ്റെ കയ്യിൽ മാതാവിൻ്റെ രൂപം. ഞങ്ങൾ കയറി. താഴെ പപ്പ അവിടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, മുകളിൽ എൻ്റെ കയ്യിൽ കാശ് രൂപ ഇരിപ്പുണ്ട്. അവിടെ കയറി പുറത്തിറങ്ങിയ ഉടനെ പപ്പ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഇവിടെ പലരും സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു, അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും അങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് സംഭവിച്ചു. ഞാൻ താഴെ ഇറങ്ങിയപ്പോൾ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്കറിയില്ല അവിടെ എന്താ നടന്നത്, ഞാൻ എന്താ പറഞ്ഞതെന്ന് പോലും എനിക്കറിയില്ല. എന്തോ ചോദിച്ചു, എന്തോ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ബ്രദറും ചോദിച്ചു എങ്ങനെയുണ്ട്, ഹസ്ബൻഡ് ചോദിച്ചു എങ്ങനെയുണ്ട്, എനിക്ക് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. റിസൾട്ട് വന്നു. ഞാൻ ഒരു ജസ്റ്റ് പാസ് പ്രതീക്ഷിച്ച, ബട്ട് മാതാവ് എനിക്ക് നല്ലൊരു മാർക്ക് തന്നു തന്നെ അനുഗ്രഹിച്ചു. 6.5 ആണ്. വലുതല്ലാന്ന് അറിയാം, ബട്ട് എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു വലിയൊരു മാർക്ക് തന്നെയായിരുന്നു. കാരണം സ്പീക്കിംഗ് എനിക്ക് നല്ല ടെൻഷനുള്ളൊരു സാധനമായിരുന്നു. അതിന് ഞാൻ മാതാവിനോട് 1000 നന്ദി പറയുന്നു. എൻ്റെ കാനഡ വിസ വരാനായിട്ട് കുറേ തടസ്സങ്ങളായിരുന്നു. ഞാൻ മെയ് 18 ഞാൻ അപ്ലൈ ചെയ്തതായിരുന്നു. സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാനായിട്ട് മെയ് 18 അപ്ലൈ ചെയ്തതായിരുന്നു. ബട്ട് സെപ്റ്റംബർ ആയിട്ടും എനിക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കുറേ റിജക്ഷൻസ് സംഭവിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് റിജക്ഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റിജക്ഷൻ വന്നില്ല. ഞാൻ അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് എനിക്കൊരു സംഭവം വന്നു. എൻ്റെ പോർട്ടലിൽ എനിക്ക് പ്രൊസീജിയറൽ ഫെയർനെസ് ലെറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. അത് എന്താണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ ഏജൻസിയെ വിളിച്ചു. അവർ പറഞ്ഞു ഞങ്ങളത് പറയാം എന്ന് പറഞ്ഞു. അവരുടെ കോളൊന്നും കണ്ടില്ല. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തു എന്താ സംഭവം. സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ 2 ചാൻസാണ്. ഒന്നിൽ എനിക്ക് ആ ഒരു സ്ഥലത്തോട്ട് ബാൻ ആവും, എനിക്ക് 5 years എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് റിജക്ഷൻ ആവും. ഒന്നുകിൽ ഞാൻ അവർക്ക് അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ളൊരു മറുപടി ആയിട്ടുള്ളൊരു മെയിൽ അയക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ബാൻ ഓർ റിജക്ഷൻ. ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് പ്രാർത്ഥിച്ചു. അവസാനം ഞാനത് കൈവിട്ടു. പക്ഷേ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര വിശ്വാസം, എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസം, മാതാവ് തരും. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി പോയിരുന്ന് പ്രാർത്ഥിക്കെങ്കിലും എന്തോ ഈ ഒരു സംഭവം വന്നപ്പം വിശ്വാസമൊക്കെ അങ്ങ് പോയതുപോലെയൊക്കെ ആയി. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നായി. അപ്പോഴാ ഏജൻസി പറഞ്ഞു അത് ഒരുപാട് സിസ്റ്റം എറർ സംഭവിക്കുന്നുണ്ട്. സിസ്റ്റം എറർ സംഭവിച്ച് ഒരുപാട് പേർക്ക് റിജക്ഷനായി. ആ കൂട്ടത്തിൽ എനിക്ക് റിജക്ഷൻ വന്നില്ല, പക്ഷേ എനിക്ക് വന്നത് പ്രൊസീജിയർ ഫെയർനെസ് ലെറ്റർ. ഒരുപാട് കരഞ്ഞു. അപ്പോഴാണ് എൻ്റെ പപ്പ പറഞ്ഞത് മാതാവ് തരും, നിനക്ക് തരും എന്ന് പറഞ്ഞു. ജപമാല റാലി നടക്കേണ്ട അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ പപ്പ 2 മൈൻഡിൽ നിന്നു, പോണ്ട എന്നുള്ള മൈൻഡിൽ നിൽക്കുമ്പോഴായിരുന്നു നാളെ ജപമാല റാലി നടക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ പപ്പ എന്നോട് പറഞ്ഞു ഞാൻ ജപമാല റാലിക്ക് പോകുന്നു, നീ ആ വണ്ടി ഇവിടുന്ന് ആളെ വിളിക്കുമെന്ന് പറഞ്ഞു. നിൻ്റെ വിസ വരാനായിട്ട് ഞാൻ പോകും, മാതാവിനോട് പ്രാർത്ഥിക്കും എന്ന് പപ്പ എന്നോട് പറഞ്ഞു. ഞാൻ ആ വണ്ടി വിടുന്ന ആൻറ്റിയെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്നതും എനിക്ക് ഏജൻസിയിൽ നിന്ന് കോള് വരിക, ജോഷിയുടെ വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് പപ്പ മാതാവിനോട് റാലിക്ക് വരും എന്ന് തീരുമാനിച്ച ആ നിമിഷം എനിക്കവിടെ
കോള് വരിക, ജോഷിയുടെ വിസ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് മാതാവിൻ്റെ ഒറ്റൊരു അനുഗ്രഹമാണ്. ഏജൻസിക്ക് പോലും അതിശയമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പ്രൊസീജിയർ ഫെയർനെസ് ലെറ്റർ വന്നിട്ട് ഉടനെ വിസ വന്നത് പോലും അവർക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു. അതിന് ഞാൻ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ പുതുക്കി വീട്ടിൽ ചെന്നപ്പോഴേക്കും പപ്പയ്ക്ക് ഭയങ്കരമായിട്ട് വയറുവേദന. അതിന് മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആൾ രാത്രി ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വേദനിച്ച് കരയുക. അപ്പോൾ ബ്രദർ ഹോസ്പിറ്റലിൽ ഉടനെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞു. ആൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാഴ്ചത്തെ ടാബ്ലറ്റ്സ് കൊടുത്തു. ടാബ്ലറ്റ്സ് കഴിച്ച് തീരുന്നതിന് മുന്നേ തന്നെ പപ്പ ടാബ്ലറ്റ്സ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് വൈകുന്നേരം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം അവരെപ്പോഴും കൈ വിരിച്ചാൽ പഠിക്കുക. ആ കൈ വിരിച്ച് പിടിക്കുന്ന സമയത്ത് തന്നെ കയ്യിൽ ഒരു തുള്ളി തേൻ ഒഴിക്കും, എന്നിട്ട് അത് കഴിക്കും. വിശ്വാസ പ്രമാണം കൈ വിരിച്ച് തന്നെ കയ്യിൽ ഒഴിച്ച് പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം കഴിയുമ്പോൾ തന്നെ അത് പപ്പ കഴിക്കും. ഇതായിരുന്നു പിന്നെ പപ്പയുടെ മരുന്ന്. ആ മരുന്ന് തീർന്നതിന് ശേഷം പപ്പ പിന്നെ മരുന്ന് തൊട്ടിട്ടില്ല. ഇതായിരുന്നു പപ്പയുടെ മരുന്ന്. ഈവൻ ആ മരുന്ന് കഴിക്കുമ്പോൾ പോലും പപ്പയ്ക്ക് വേദനയായിരുന്നു. ഈ തേൻ പപ്പ കണ്ടിന്യൂ ചെയ്തു. 1 മാസം കഴിഞ്ഞ് പപ്പ ചെന്നപ്പോഴേക്കും സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഇഷ്യൂ ഇല്ല, യു ആർ ഓക്കെ എന്ന് പറഞ്ഞു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം. പലതരത്തിലുള്ള സംഹാര ശക്തികൾ ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ജോർദാൻ നദി അവർക്ക് കടക്കണം, ജെറീക്കോ കോട്ട അതിൻ്റെ സൈനിക ശക്തിയോട് തട്ടിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേയേറെ ശത്രുക്കളായിട്ടുള്ള അയൽ രാജ്യങ്ങൾ, ഇങ്ങനെ ഓരോന്നും അവരുടെ മുമ്പിൽ പ്രതിബന്ധങ്ങളാണ്. ഇങ്ങനെയുള്ള ജനതയാണ് ജോർദാൻ നദി വറ്റിച്ച് അവർ മറുകര കടക്കുന്നു. ജെറീക്കോ കോട്ട അവരുടെ മുൻപിൽ നിലം പൊത്തുകയാണ്. ഓരോന്നോരോന്നായി അവർ കടന്നു പോകുവാൻ അവരുടെ കൂടെ ഉള്ളത് ദൈവത്തിൻ്റെ സാക്ഷ്യപേടകം ഒന്നു മാത്രമാണ്. ഇതുപോലെ ഇവിടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കളുടെ മുൻപിൽ അവർക്ക് വേണ്ടി കരുതലുള്ള ഒരു ദൈവമായി നമ്മുടെ ദൈവം കൂടെയുണ്ട്. കൂടെ വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ജോൺ എന്ന മകൾ തൻ്റെ ഹസ്ബൻഡുമായിട്ടാണ് ഇവിടെ നിൽക്കുക. ഹസ്ബൻഡിന് ഒരു സ്ട്രോക്ക് വന്ന് തീർത്തും ഒരു വശം മൊത്തം തളർന്നു പോയ ഒരു മകനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക. വൈദ്യശാസ്ത്രം പല രീതിയിലും ഒത്തിരിയേറെ നീണ്ട ഒരു കാലാവധിയാണ് പറഞ്ഞത് ആ മകന് എഴുന്നേറ്റ് നടക്കുവാൻ. എന്നാൽ അവിടെ പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തത കാണിച്ച ഈ മകളുടെ പപ്പയായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത്. ആ പപ്പയുടെ പ്രാർത്ഥന അതിനോടൊപ്പം ഈ മകളും ഒന്നിച്ചു ചേർന്നു. അങ്ങനെ ഈ മകളുടെ ഹസ്ബൻഡ് കുറേശ്ശെ കൈകാലുകൾ അനക്കി വീണ്ടും അവർ ICUവിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോഴും ഓർമ്മശക്തി ഒന്നുമില്ല. അതുപോലെ തന്നെ കൈകാലുകൾ ശരിക്കുള്ള രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ഇല്ല, സംസാരശേഷിയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു മകനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ പരിശുദ്ധ അമ്മ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന രീതിയിൽ, അതായത് പിന്നീട് 3 മാസത്തിനുള്ളിൽ തന്നെ സ്വയം ബൈക്ക് ഓടിച്ച് ജോലിക്ക് പോകുവാൻ തുടങ്ങി എന്നാണ് നാം കേൾക്കുക. ഇവിടെ നമുക്ക് അറിയുവാൻ കഴിയുക എത്ര തീർത്തും വൈദ്യശാസ്ത്രം അവഗണിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഇവിടെ ദൈവത്തിൻ്റെ കരത്തിന് മുൻപിൽ ദൈവത്തോടൊത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ദൈവം ഏറ്റെടുത്ത് അവർക്ക് അത് കൃപയായി പരിണമിപ്പിക്കും. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 1.5 വർഷത്തോളം, ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ പറഞ്ഞതാണ് ഇദ്ദേഹം എഴുന്നേൽക്കുന്ന കാര്യമൊക്കെ. അത് 3 മാസം കൊണ്ട് അമ്മ ചുരുക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതകളല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. പിന്നീട് അങ്ങോട്ട് ഈ മകളുടെ വിദേശത്തേക്കുള്ള ഈ മകളുടെ പോകുവാനുള്ള ആഗ്രഹം, അതിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ,
അത് ഓരോന്നോരോന്നായി പരിശുദ്ധ അമ്മ നീക്കുകയാണ്. ഈ മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തത കാണിക്കുന്നു. അങ്ങനെ ഇന്ന് ഒത്തിരിയേറെ നന്മകൾ കിട്ടി. അതുപോലെ തന്നെ അഖണ്ഡ ജപമാല റാലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ വിസ പ്രോസസ്സ് എല്ലാം ക്ലിയർ ആവുകയാണ്. ബാൻ ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ട അവസ്ഥയിൽ സിസ്റ്റം എറർ കാണിക്കുമ്പോൾ അതും ഇവിടെ ഈ മകൾക്ക് അനുഗ്രഹമാക്കി ദൈവം കൊടുക്കുന്നു. ഈശോ അതെല്ലാം നല്ല രീതിയിൽ ഈ കുടുംബത്തിന് കൃപയാക്കി നൽകുകയാണ്. പിന്നീട് അപ്പൻഡിക്സ് പെട്ടെന്ന് തന്നെ അപ്പൻഡിക്സ് ആണെന്ന് പറയുകയും അത് വീണ്ടും ടാബ്ലറ്റ് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് നോക്കാം എന്നുള്ള രീതിയിൽ പറയുന്ന ആ പപ്പയുടെ അസുഖം, ടാബ്ലറ്റ് പിന്നീട് അദ്ദേഹം കഴിച്ചില്ല എന്നാണ് പറയുക. ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളുമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അങ്ങനെ റിക്കവറായി. പിന്നീട് സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതകളും ആ മകനില്ല എന്നാണ് ഡോക്ടർ റിപ്പോർട്ടിൽ പറയുക. ഒത്തിരിയേറെ കൃപകൾ നൽകി ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. നമുക്ക് ത്രിയേക ദൈവത്തെ സ്തുതിക്കാം. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.